Hello friends, welcome to my channel. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പൂരി മസാലയാണ്. വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് പൂരി മസാല ഉണ്ടാക്കാന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ഈ ഒരു മസാലക്കൂട്ട് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് രണ്ട് പൊട്ടറ്റോ എടുത്ത് തോലൊക്കെ കളഞ്ഞ് കഴുകി വെച്ചിട്ടുള്ളതാണ്. ഇനി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു മസാല ഉണ്ടാക്കുമ്പോൾ വലിയ കഷ്ണങ്ങളെക്കാളും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നതാണ് കൂടുതൽ നല്ലത് കേട്ടോ. ഇനി അത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളത്തിന് അത്ര അധികം അളവൊന്നും നോക്കണ്ട. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങിനേക്കാളും മുകളിൽ നിൽക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇത് നല്ലതുപോലെ ഒരു 2 വിസിൽ വരുന്ന വിധത്തിൽ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ 2 വിസിലൊക്കെ മതി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായി വെന്തുടയുന്നതിനേക്കാളും ഒരിത്തിരി കുറവ് മതി വേവ് കേട്ടോ. അപ്പോൾ അതവിടെ റെഡി ആവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ചീഞ്ചട്ടി എടുത്ത് അതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കടുകൊക്കെ നന്നായി പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് അതിലേക്ക് വറ്റൽമുളക് 2 എണ്ണം, പിന്നെ ഒരു 2 പച്ചമുളക്, ഒരു 4 വെളുത്തുള്ളി ചെറിയതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളതും ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് സവാളയാണ്. സവാള 2 എണ്ണം, 2 മീഡിയം വലിപ്പത്തിലുള്ള സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. സവാള ഏത് തരത്തിൽ വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഓൾറെഡി നമ്മൾ ഉരുളക്കിഴങ്ങ് ഉപ്പിട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അത് വഴന്ന് വരുന്ന സമയം കൊണ്ട് നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ. അപ്പോൾ അത് വെള്ളം മാറ്റി എടുത്ത് വെക്കാം. ഇനി നമ്മുടെ സവാളയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മഞ്ഞൾപ്പൊടി മാത്രമേ നമ്മൾ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് അത് നന്നായി വഴറ്റിയെടുക്കുക, മൂപ്പിച്ചെടുക്കുക. അപ്പോൾ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വെള്ളം മാറ്റിയിട്ട് ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആവശ്യത്തിന് നന്നായി വെന്തുടഞ്ഞിട്ടില്ല, എന്നാൽ നന്നായി ആവശ്യത്തിന് നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട്. ഈ ഒരു പാകമാണ് നമുക്ക് ഉരുളക്കിഴങ്ങിന് വേണ്ടത് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഉരുളക്കിഴങ്ങ് എടുക്കുന്നത് നമ്മുടെ മസാലയിൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ ആദ്യം തന്നെ ഇട്ട് കൊടുക്കുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. ആ മസാലയിൽ കിടന്നിട്ട് ഉരുളക്കിഴങ്ങൊക്കെ നന്നായി ഒന്ന് സെറ്റാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ മസാലയിൽ ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നത്. അതിനുശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒത്തിരി വെള്ളം ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ മസാല നല്ല ഒരു കട്ടിക്ക് നമുക്ക് കിട്ടുള്ളൂ. നല്ല കട്ടിയായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും കിട്ടണമെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ വീണ്ടും നമ്മുടെ മസാല ഇത്തിരി ഡ്രൈ ആയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 കപ്പ് കൂടി വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി ചാറ് പോലെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഇപ്പോൾ ചിലർക്ക് മസാല പോലെ നല്ല കട്ടിക്കാണ് വേണ്ടതെങ്കിൽ അധികം വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. പൂരിയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാല റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.